നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചെമ്പകമംഗലത്തെ സ്വത്ത് കണ്ട് ഇവിടെ പറ്റിക്കൂടിയവര് മുമ്പും ഉണ്ടായിരുന്നു. പക്ഷേ അതിന് എന്റെ മകനെ ബലി കൊടുക്കേണ്ടിയിരുന്നില്ല. പോലീസുകാരല്ല, ഒന്നും ചെയ്യില്ല. ആ ACP ഒരു ഗുണ്ടാ നേതാവാണ്. നിങ്ങൾ എന്ത് അതിക്രമം സാറാ കാണിക്കുന്നത്? നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനോ അതേ സാധാരണക്കാരുടെ അന്തകനോ? സർ, യെസ് സർ, ഞാൻ കാണുന്നുണ്ട് സർ. ഇമ്മീഡിയറ്റ്ലി വേണ്ട ചെയ്യാൻ സർ. ഞാൻ എന്ത് കുറ്റം ചെയ്യടാ സാറേ എന്നെ ഇങ്ങനെ നിങ്ങൾ ഉപദ്രവിക്കുന്നത്? നീ എന്ത് കുറ്റമാ ചെയ്തെന്ന് ഞാൻ തെളിയിച്ചു തരാം. സാറിന്റെ ഭാര്യയോടുള്ള വൈരാഗ്യം എന്തിനാ എന്നോട് തീർക്കുന്നത്? സാറിന്റെ പീഡനം സഹിക്കാതെ വന്നപ്പോ ആ പെണ്ണ് എന്റെ അടുത്ത് വന്ന് അഭയം ചോദിച്ചതാ. അവരെന്റെ സിസ്റ്ററാ സാർ. നിന്റെ ഒരു സിസ്റ്റർ. ഓഫീസർ, നിങ്ങൾ ഈ കാണിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. എന്താ വേണ്ടെന്ന് ഞാൻ നോക്കിക്കോളാം. ഈ സമയത്ത് എന്ത് അക്രമമാണോ താനെ കാട്ടിക്കൂട്ടുന്നത്? ചാനലുകളിൽ ഉത്സവാ. കാർത്തിക്, ലീവ് ഹിം ആൻഡ് ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ടു മീ. സർ, അവന്റെ പത്തിക്ക് ഒരു അടി കിട്ടി. പത്തി താനെ മടങ്ങി. എന്താ സർ, കമ്മീഷണറാണോ വിളിച്ചത്? അതെ, ഇത് നിർത്തിവെച്ച് എത്രയും പെട്ടെന്ന് കമ്മീഷൻ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യാം. നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. ഞാൻ ഇനി നിന്നെ തേടി വരും. വണ്ടിയെടുക്കാം. ഇതാണ് സാക്ഷാൽ പണി. എങ്ങനെയുണ്ട്? നീ നല്ലൊരു നടനം, സമ്മതിച്ചു. പക്ഷേ നീ ആ കാർട്ട് പ്രതിനായിക, വില്ലത്തി. ബോഡി ലാംഗ്വേജും എക്സ്പ്രഷൻസും എല്ലാം കലക്കി. ഈ ചീവിടും കരഞ്ഞ് സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇവളും പ്ലസ് ടു പഠിച്ചോ? ഇത് പിന്നല്ലേ? അതെ, ഇതുകൊണ്ടേ ഒരു കുത്തു കൊടുത്തു. അപ്പ കരഞ്ഞു. ഇവരാരും പോലീസുകാരല്ല, ഗുണ്ടകളാണ്. ആ ACP ഒരു ഗുണ്ടാ നേതാവാണ്. നമ്മൾ മീഡിയക്കാരോട് ഇയാൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഇയാൾ ആരായിരിക്കും? കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ. ഇപ്പൊ വാദി പ്രതിയായി. കാർത്ത് കാണിച്ചത് വലിയ അബദ്ധമായി പോയി. ഈ പ്രശ്നമപ്പോ അവർക്ക് അനുകൂലമായി മാറിയില്ലേ? മീഡിയക്കാരാ, അവരെ തൊട്ടാ അവരടങ്ങിയിരിക്കോ? ന്യൂസുകളൊന്നും ഇല്ലാതിരുന്ന് വിഷമിക്കുമ്പോഴാ മീഡിയയ്ക്ക് ഇതുപോലൊരു കോള് വീണ്ടും കിട്ടിയത്. അവർക്ക് കൊയ്ത്തായില്ലേ? ഇനി 2-3 ദിവസത്തേക്ക് അന്തിച്ചർച്ച കാണും. അവർക്കെല്ലാം കൂടി എടുത്ത് തലക്കാൻ ഒരാളെ കിട്ടി. ദൈവമേ,
ഇതെങ്ങനെ അതിജീവിക്കും? മോളെ വിഷമിക്കാതെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതല്ലാതെ മറ്റൊരു വഴിയുമില്ല. കുരുക്കിൽ ചെന്ന് ചാടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുരുക്ക് എനിക്കുള്ള ഒരേ ഒരു ആങ്ങളയാ. അവനെ എടുത്ത് പട്ടിയെ പോലെ തല്ലിയതിന് ആർക്കൊന്നും പറയാനില്ല. അവളുടെ ഒരു ആങ്ങള ആ കച്ചറെ തല്ലി കൊല്ലുക വേണ്ടത്. എന്താ എന്റെ ആങ്ങളൊരു മനുഷ്യനല്ലേ? എത്ര പറഞ്ഞാലും ഇവരും നന്നാവില്ല. കാരണം അവരുടെയൊക്കെ ചിന്തകളിൽ അവരുടെ ന്യായമാവുള്ളത്. സാവിത്രിക്കൊന്നും പറയാനില്ലേ? ഇനി ഞാൻ എന്ത് പറയാനാച്ചാ? മൗനം വിദ്വാന് ഭൂഷണം. ഈ വാക്ക് അച്ഛൻ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാ. ഇനി മുതല് ഈ ഒരു നയം സ്വീകരിക്കാൻ എന്റെ ഉദ്ദേശം. എന്തായാലും കുറച്ചു ദിവസങ്ങളായി സാവിത്രിക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായി. ആ വാള് നഷ്ടപ്പെട്ടതിന്റെ മാറ്റങ്ങൾ ഈ തറവാട്ടെ കാണാനുമുണ്ട്. വാളുകൊണ്ടുപോയത് മൈഥിലിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ രക്ഷപ്പെട്ടു. എന്റെ നേർക്ക് ഒരു സംശയമില്ല. കാട്ടിൽക്കുന്ന് ഭഗവതി, നിനക്കൊരു ഓട്ടട വഴിപാട്. അമ്മ മീനാക്ഷിയെ നോക്കി അർത്ഥം വച്ചിട്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. എന്താ അമ്മയ്ക്ക് മീനാക്ഷിയെ വിശ്വാസമില്ലേ? ആരെയും വിശ്വസിക്കാൻ വയ്യാത്ത കാലോ. എന്റെ ദൈവമേ, അമ്മയ്ക്ക് എന്നെ സംശയമുണ്ടോ? സംശയത്തിന്റെ വാളുമുന തിരിഞ്ഞു മറിഞ്ഞോണല്ലോ പോക്ക്. ദേവി, ആ ഓട്ടട പിൻവലിക്കണോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പോഴും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ മകനെയാ, നിനക്ക് നിന്റെ ഭർത്താവും. അത്രയ്ക്ക് വലിയ നഷ്ടമൊന്നും ഇവിടെ വേറെ ആർക്കും ഉണ്ടായിട്ടില്ലല്ലോ. ചെമ്പകമംഗലത്തെ സ്വത്ത് കണ്ട് ഇവിടെ പറ്റിക്കൂടിയവര് മുമ്പും ഉണ്ടായിരുന്നു. പക്ഷേ അത് എന്റെ മകനെ ബലി കൊടുക്കേണ്ടിയിരുന്നില്ല. ചോദിച്ചിരുന്നെങ്കിൽ എത്ര കോടി വേണമെങ്കിലും ഞാൻ കൊടുത്തേനെ. ഈ കൊലച്ചത് ചെയ്യണമായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.